മഹാനായ വെളിയങ്കോട് ഉമർ ഖാളി റളിയല്ലാഹു അൻഹു ബ്രിട്ടീഷുകാരുമായി നിസ്സഹകരണം പ്രഖ്യാപിക്കുകയും നികുതി കൊടുക്കാതിരിക്കുകയും ചെയ്ത സംഭവം സുപ്രസിദ്ധമാണ്. നികുതി നിഷേധത്തിൻ്റെ പേരിൽ ഉമർ ഖാളി റളിയല്ലാഹു അൻഹുവിനെ പോലീസുകാർ പലതവണ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോഴെല്ലാം നാട്ടിലെ പൗരപ്രമുഖനും ഷെയ്ഖ് പ്രധാന സുഹൃത്തുമായ മരക്കാർ സാഹിബ് ഷെയ്ഖ് അറിയാതെ നികുതി കുടിശ്ശിക തീർത്തു പോലീസിനെ തിരിച്ചയക്കുകയാണ് പതിവുണ്ടായത്. എന്നാൽ ഈ മരക്കാർ സാഹിബ് വഫാത്തായതിനു ശേഷം നികുതി കുറേ ബാക്കി വരികയും ഷെയ്ഖ് അതടക്കാൻ വിസമ്മതിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ പോലീസുകാർ വന്നു ഷെയ്ഖ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ പോലീസുകാരുടെ കൂടെ പോകുമ്പോൾ ഷെയ്ഖ് ജുമഅത്ത് പള്ളിയിൽ മൺമറഞ്ഞു കിടക്കുന്ന എൻ്റെ സുഹൃത്ത് മരക്കാർ സാഹിബിൻ്റെ മക്ബറയിൽ ചെന്ന് സിയാറത്ത് ചെയ്ത ശേഷം പറഞ്ഞു, ഞാൻ പോലീസുകാരുടെ കൂടെ പോകട്ടെ. കഷ്ടം, താങ്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇവർ കൊണ്ടുപോകുമായിരുന്നില്ലല്ലോ. ഇത് പറഞ്ഞതോടുകൂടി തന്നെ ആ ഖബർ 2 പിളർപ്പായിട്ട് പൊളിയാൻ തുടങ്ങി. ഉടനെ മഹാനവറുകൾ അരുളി, എഴുന്നേൽക്കരുത് എന്ന്. അത് പ്രകൃതി നിയമത്തിന് എതിരാണ്. നിസ്സാരമായ കാര്യത്തിന് വേണ്ടി പ്രകൃതി നിയമം ലംഘിക്കരുത്. ഉടനെ ഖബർ ശാന്തമായി. ഈ ഒരു അത്ഭുത ദൃഷ്ടാന്തം കണ്ട് പോലീസുകാർ നടുങ്ങി. അവർ വളരെ ബഹുമാനത്തോടു കൂടിയാണ് പിന്നെ ഷെയ്ഖ് കൊണ്ടുപോയത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പവറാണ്. അള്ളാഹുവിലേക്ക് അടുത്ത് ചേർന്ന വലിയ മഹാന്മാരാണ്. അവരുടെ പേരിലൊക്കെ മഹാന്മാരുടെ പേരിലൊക്കെ നമ്മൾ ഫാത്തിഹ ഓതുക. ബഹുമാനപ്പെട്ട സയ്യിദ് ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി മമ്പറന്നങ്ങൾ, ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാളി റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അമ്പകുന്ന് വീരാനൊലി പാപ്പ സിയം വലിയുല്ലാഹി, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. ഇവരൊക്കെ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. കഠിനമായിട്ട് ഇബാദത്തുകൾ ചെയ്ത അള്ളാഹുവിലേക്ക് ലയിച്ച് ചേർന്നവരാണ്. നമ്മൾ മനസ്സിലാക്കണം അവർ എത്രത്തോളമാണ് അള്ളാഹുവിലേക്ക് അടുത്തത് എന്നുള്ളത്. നമ്മളവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും അനുഭവങ്ങളുള്ള ആളുകളോട് പോയിട്ട് അതിനെക്കുറിച്ചിട്ട് മഹാന്മാരെ കുറിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാതെ ആവേശമാണ്, നല്ല ആവേശമാവും. അള്ളാൻ്റെ ഔലിയാക്കളുടെ ചരിത്രങ്ങൾ കേൾക്കാനൊക്കെ നല്ല ആവേശമാവും. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള അവർ അതുപോലെ നമുക്കൊന്നും അങ്ങനെയൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനൊരു ശ്രമം നടത്തി വെക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുക്കാൻ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ നെയ്യത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മളത് സാധിക്കും. ധാരാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലേക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. നമ്മളിങ്ങനെ ശ്രമിക്കുക. ചിലപ്പോൾ ആദ്യത്തെ ഇതിൽ നിന്നിങ്ങനെ നമുക്ക് തെറ്റുകളൊക്കെ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ നെയ്യത്ത് വെച്ച് ചില തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ തിരുത്തിയിട്ട് കഠിനമായി വീണ്ടും 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 നമ്മുടെ മനസ്സിങ്ങനെ ക്ലിയറാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും. അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മളിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു ആ വാതിലുകൾ മെല്ലെ മെല്ലെ ഇങ്ങനെ തുറന്നു തരും. അത് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഇറങ്ങിത്തിരിക്കുക, നെയ്യത്ത് വെച്ചിട്ട് ഇറങ്ങുക, അള്ളാഹുവിലേക്ക് അടുക്കുക. എനിക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഉദ്ദേശം വെച്ച് നമ്മൾ ഇറങ്ങിയ നല്ല കാര്യമാണല്ലോ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത്. അത് നമ്മളിങ്ങനെ നെയ്യത്ത് വെച്ചിട്ട് ഇറങ്ങുക, ഇബാദത്തുകൾ കൃത്യമായി എടുക്കുക, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് അതായത് 5 വക്ത് നമസ്കരിക്കുന്നത് 4 ആളുകളുടെ ഇടയിൽ നമസ്കരിക്കുന്നത് അത് നമസ്കരിക്കുക. നമ്മളിങ്ങനെ ഒരു സംഗതി എപ്പോഴും ദിക്റിലും സലാത്തിലുമായിട്ട് അങ്ങനെ മുഴുകുന്നത് മറ്റുള്ളവരെ പരമാവധി അറിയിപ്പിക്കാതിരിക്കുക. നമ്മൾ രഹസ്യമായിട്ട് ഇതൊക്കെ ചെയ്യുക. 5 വക്ത് നമസ്കാരം നമ്മൾ കൃത്യമായിട്ട് പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കുക, ജമാഅത്തായിട്ട് നമസ്കരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മൾ ആരും അറിയാതെ നമ്മൾ മാത്രം, അള്ളാഹുവും ഞാനും നമ്മൾ മാത്രം, അങ്ങനെയുള്ള രീതിയിൽ ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങളിലോ നമ്മൾ വീട്ടിലോ ഒക്കെ വെച്ച് നമ്മൾ ഇബാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ എന്തെങ്കിലും സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. അതെല്ലാം 4 ആളുകളെ കാണിക്കുന്നതിനേക്കാൾ നല്ലത് രഹസ്യമായിട്ട് ഇതൊക്കെ സ്വലാത്തിൽ ദിക്റ് ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യുക. 5 വക്ത് നമസ്കാരം നമ്മൾ എന്ത് ചെയ്യണം, പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. പരമാവധി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വ്യാജന്മാരെ കെണിവലയങ്ങളിൽ നമ്മൾ പോയി പെടാതിരിക്കുക. ചില വ്യാജ തിരികെത്തുകാർ, അതുപോലെ തന്നെ ഷെയ്ഖാണെന്ന് പറഞ്ഞ് നടക്കുന്ന പല ആളുകളുണ്ട്. അവരെ കെണിവലയങ്ങളൊന്നും പോയി പെടാതിരിക്കുക.
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സമസ്തയിൽ പണ്ഡിതന്മാരെന്താ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക. അള്ളാഹു തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. നമ്മൾ നല്ല ഉദ്ദേശത്തിലല്ലേ പോകണം. എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കണം എന്നുള്ള ലക്ഷ്യത്തിലോട് അത് നമ്മൾ മനോഹരമാക്കി എടുക്കുക. നമ്മൾ ദിവസം ഒരു ദിവസം കൂടുന്തോറും ഇബാദത്തുകൾ ലയിച്ച് ചേരുക. അങ്ങനെ ഓരോ ദിവസം നമ്മൾ കാര്യങ്ങളൊക്കെ പതുക്കെ ക്ലിയർ ആക്കി കൊണ്ടുവരിക. ഒക്കെപ്പാടെ നമുക്ക് ഒപ്പം ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പതുക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ പരമാവധി നമ്മൾ പരിശ്രമിക്കുക. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.